രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ എനിക്ക് രാജമാണിക്യത്തിലെ സൈമൺ നാടാരെയാണ് ഓർമ്മ വരുന്നത്. പുറത്തിരുന്ന് കൈയടിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുവന്ന് എത്തിക്കുന്ന സതീർത്ഥ്യനെ. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ, എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തെ മഹത്വവൽക്കരിച്ച് പുണ്യവൽക്കരിച്ച് ശരിയായ കർത്തൃത്വമുള്ള ആൾ എന്ന് പ്രഖ്യാപിച്ച് നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ ഇത്രയും കാലം പരാതി നൽകാതിരുന്നതല്ലേ. അവര് വേദന തിന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിലിപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ സമാധാനായോ? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ഉപമ എനിക്ക് ഇഷ്ടമായി. ആ ഉപമ ഒന്ന് ഓർത്ത് വെക്കേണ്ടി വരും. വേണ്ട. വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് പുണ്യാളം കൊണ്ടുവന്ന ഇവനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വരൻ എവിടുന്ന്? ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. ആ പെൺകുട്ടി 2024 ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു, മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ. ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും? കഴിഞ്ഞ 4 മാസമായി ഇതേപോലെ ന്യായങ്ങൾ ചമച്ചാണ് അത് ഈ നിലയിൽ വഷളായത്. ഈ ഇല്ല, പെൺകുട്ടി വിവാഹിതയായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹിതയാണ് എന്ന കാര്യം പിന്നീടാണ് അറിഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു സാർ, മറ്റൊരു ഭർത്താവുണ്ട് സാർ. എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും? സത്യം പറയണം, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അമിത മാന്യത കാണിക്കുന്നോണ്ടാണ്. ഈ വസ്തുതകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം. എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? ഏയ് നീ